അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിയത് ഇന്ത്യയുടെ നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ കമ്പനിയായ റോഷ് കുക്ക്വെയറിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. അതിലിതാ ആദ്യത്തെ ഐറ്റം ഈ ഒരു ഗ്രൈൻഡിങ് സ്റ്റോൺ ആണ്. ചുറ്റിലും ഗ്രാനൈറ്റൊക്കെ പിടിപ്പിച്ച് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, ഉപയോഗിക്കാനും നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ കല്ലെങ്ങനെയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് സോപ്പിട്ട് ഈ കല്ല് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത ശേഷം കുറച്ച് പച്ചരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കല്ലിൻ്റെ എല്ലാ ഭാഗത്തും അരിതാ ഇതുപോലെ വരുന്ന പോലെ പൊടിച്ചെടുക്കണേ. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കല്ലിൽ എന്തെങ്കിലും മണലോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതങ്ങ് മാറ്റിയ ശേഷം കുറച്ച് കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പച്ചരി അരയ്ക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കല്ലിൻ്റെ ചുറ്റിലും നന്നായിട്ട് ഇതുപോലെ വരുന്ന പോലെ ആക്കിയെടുത്ത് അരച്ചെടുക്കണേ. ഇനി ഇതങ്ങ് മാറ്റിയ ശേഷം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവനും വെക്കാം. അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങ് തേച്ച് എടുത്താൽ നമ്മുടെ കല്ല് ഉപയോഗിക്കാൻ റെഡിയായി. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു കല്ല് വേണമെന്ന് തന്നെ പറയും. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു അപ്പച്ചട്ടിയാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, ബ്രോൺസിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു വുഡൻ ഹാൻഡിൽസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ കൈ പൊള്ളാതെ ഒരുപാട് ചൂടടിക്കാതെ നമുക്ക് ഇതുപോലെ ഈ അപ്പച്ചട്ടി മാനേജ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ ഇതുപോലൊരു ലിഡ് കൂടെ വരുന്നുണ്ട്. ഒന്നും പറയാനില്ല, നല്ലൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പച്ചട്ടി. ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പ്രീ സീസൺഡ് ആണ്. എങ്കിൽ കൂടെ ഞാനിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുത്തതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. സോഫ്റ്റ് സ്പോഞ്ച് വെച്ച് കുറച്ച് സോപ്പ് ഇട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് കഴുകിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തുടച്ചെടുത്ത ശേഷം ചട്ടി ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലൊരു ചെറിയ സവോള കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോഴും എണ്ണയും സവോളയൊക്കെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഇതുപോലെ ഒന്നങ്ങ് ആക്കിയെടുത്തോളൂ കേട്ടോ. സവോളയുടെ കളറങ്ങ് മാറിയാൽ ഈ സവോളയും വെളിച്ചെണ്ണയും അങ്ങ് മാറ്റിക്കളഞ്ഞ ശേഷം ഇതങ്ങ് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചട്ടി ഉപയോഗിക്കാൻ റെഡിയാണ്. ഇത് നമുക്ക് അപ്പച്ചട്ടിയായിട്ട് മാത്രമല്ല കേട്ടോ, ചെറിയൊരു കടായി ആയിട്ടും യൂസ് ചെയ്യാം. ഒരു മുട്ട പൊരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു തോരൻ ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എന്തായാലും നല്ലൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം, ഈ ഒരു പുട്ടുകുടം. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റി അല്ലേ. നല്ല പ്രീമിയം ക്വാളിറ്റി കാസ്റ്റഡ് ബ്രാസിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഏതാണ്ട് 2 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് തലമുറകളോളം കൈമാറി ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു കുടം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു കുമ്പത്തിൻ്റെ അടപ്പ് നല്ല കട്ടിയുള്ളതാണ്. 2-3 ഹോൾസൊക്കെ ആയിട്ട് ആവി കറക്റ്റായിട്ട് പോകാൻ പാകത്തിന്. ഇനി അതിൻ്റെ ചില്ലും നല്ല കട്ടിയുള്ളത് തന്നെയാണ് കേട്ടോ, പെട്ടെന്നൊന്നും വളഞ്ഞു പോകുന്നതൊന്നും അല്ല. അപ്പോൾ എൻ്റെ പുട്ടുകുമ്പവും പാത്രങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതുപോലുള്ള ഓട്ടുപാത്രങ്ങളും മൺചട്ടികളും കൽച്ചട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ. എനിക്കെന്തോ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള ട്രഡീഷണൽ പാത്രങ്ങൾ. അപ്പോൾ എന്നെ പോലെ ഇതുപോലെ ട്രഡീഷണൽ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇവരുടെ ഷോപ്പ് ഉള്ളത് ചെന്നൈ പെരുങ്കുടിയിലാണ്. നേരിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റും വാട്സാപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ.